സ്വന്തം അതിർത്തിക്കുള്ളിൽ കാലങ്ങളായി വളർത്തി വലുതാക്കിയ ഭീകരവാദം പാകിസ്ഥാന് തന്നെ ഇപ്പോൾ വലിയൊരു തിരിച്ചടിയായി മാറുന്ന കാഴ്ചകളാണ് നമ്മൾ പാകിസ്ഥാനിൽ കാണുന്നത്. തീവ്രവാദികളെ വേട്ടയാടാൻ എന്ന പേരിൽ അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തിയ മാരകമായ ആക്രമണങ്ങൾ മേഖലയെ വീണ്ടും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. തങ്ങളുടെ സൈനികർക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് പകരം ചോദിക്കാൻ പാകിസ്ഥാൻ നടത്തിയ ഈ നീക്കത്തിൽ അഫ്ഗാൻ മണ്ണിൽ പൊലിഞ്ഞത് നിരപരാധികളായ സാധാരണക്കാരുടെ ജീവനാണ്. വെടിനിർത്തൽ കരാറുകൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പാകിസ്ഥാന്റെ ഈ വമ്പൻ ആക്രമണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഞായറാഴ്ച പുലർച്ചെയാണ് അഫ്ഗാനിസ്ഥാനിലെ ഖാനി, ഖേലോ, ഗാർഡ, സാമിയ എന്നീ ജില്ലകളിൽ പാകിസ്ഥാൻ സൈന്യം കടുത്ത ആക്രമണം നടത്തിയത്. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ അഥവാ പാകിസ്ഥാനിലെ താലിബാൻ എന്ന് അറിയപ്പെടുന്ന TTPയുടെയും ISISന്റെയും ഒളിത്താവളങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഓപ്പറേഷൻ എന്നാണ് പാക് വാർത്താ വിതരണ മന്ത്രി അത്താവുള്ള തരാർ ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ ആക്രമണങ്ങളിൽ തീവ്രവാദികൾക്ക് പകരം കൊല്ലപ്പെട്ടത് കുറഞ്ഞത് 17 അഫ്ഗാൻ പൗരന്മാരാണെന്നാണ് പുറത്തുവരുന്ന പ്രാദേശിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നും പറയുന്നുണ്ട്. തീവ്രവാദികളെ ഇല്ലാതാക്കുക എന്ന പേരിൽ പാകിസ്ഥാന്റെ മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്കാണ് പാകിസ്ഥാൻ കടന്നു കയറിയിരിക്കുന്നത്. ഇസ്ലാമാബാദിന്റെ ഈ നീക്കത്തോട് കാബൂളിലെ അഫ്ഗാൻ അധികാരികൾ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയിലെ സ്ഥിതിഗതികൾ ഇപ്പോൾ അതീവ ഗുരുതരമാണ് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഒക്ടോബറിലും സമാനമായ രീതിയിൽ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്ന് പാകിസ്ഥാൻ ആക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നിട്ട് അവർ അത് നിഷേധിച്ചിരുന്നു. അവർ ആക്രമണങ്ങൾ നടത്തിയില്ല എന്ന് പറഞ്ഞിരുന്നു. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ അടുത്തിടെ പാക് സൈന്യത്തിന് നേരെ നടന്ന തുടർച്ചയായ ആക്രമണങ്ങളാണ് പാകിസ്ഥാനെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് ഇപ്പോൾ നയിച്ചിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഖൈബർ പക്തുൻഖ പ്രവിശ്യയിലെ ബജൌർ ജില്ലയിലെ ഒരു സുരക്ഷാ പോസ്റ്റിന്റെ മതിലിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റി 11 സൈനികരെയും ഒരു കുട്ടിയെയും ചാവേറുകൾ കൊലപ്പെടുത്തിയിരുന്നു. ആക്രമണകാരി ഒരു അഫ്ഗാൻ പൗരനാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇതിന് മറ്റ് രേഖകളൊന്നും തന്നെ ഇല്ല, അവരുടെ വാദമാണിത്. ഇതിന് തൊട്ടു പിന്നാലെ ബന്നു ജില്ലയിലും പാക് സൈന്യത്തിന് നേരെ ആക്രമണം ഉണ്ടായി. ഒരു ലഫ്റ്റനന്റ് കേണൽ ഉൾപ്പെടെ 2 സൈനികരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഈ ആക്രമണങ്ങൾക്ക് ശേഷം ഇനി യാതൊരു സംയമനവും പാലിക്കില്ല എന്നും തീവ്രവാദികൾ എവിടെയാണെങ്കിലും വേട്ടയാടുമെന്നും പാക് സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ ഈ അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ സൈനിക നടപടി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പും അവരുടെ നയങ്ങളുടെ പരാജയവുമാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ കാലങ്ങളായി പ്രോത്സാഹിപ്പിച്ചിരുന്ന ഭീകരവാദം ഇപ്പോൾ അവർക്ക് തന്നെ വിനയായി മാറിയിരിക്കുന്നു. അവരുടെ മരുന്നിന്റെ രുചി അവർക്ക് തന്നെ തിരികെ കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇസ്ലാമാബാദിലെ ഒരു ഷിയ പള്ളിയിൽ 31 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണം ഉൾപ്പെടെ പാകിസ്ഥാനിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന TTPക്കും ബലൂച്ച് വിഘടനവാദികൾക്കും അഫ്ഗാനിസ്ഥാനിലാണ് സുരക്ഷിത താവളങ്ങൾ ഉള്ളത് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. എന്നാൽ അഫ്ഗാൻ താലിബാൻ ഇത് നിരന്തരം നിഷേധിക്കുന്നുമുണ്ട്. മറ്റ് രാജ്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന ദോഹ കരാർ പാലിക്കാൻ അഫ്ഗാനിസ്ഥാൻ തയ്യാറാകണം എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുന്നത്. സ്വന്തം മണ്ണിൽ ഭീകരർക്ക് യഥേഷ്ടം വിഹരിക്കാൻ അവസരം നൽകിയ ഒരു രാജ്യമാണ് ഇപ്പോൾ മേഖലയിലെ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഖത്തറിന്റെ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ഏറെക്കുറെ നിലനിൽക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാന്റെ ഈ കടന്നുകയറ്റത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും വഷളായിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ചുരുക്കത്തിൽ അഫ്ഗാൻ അതിർത്തിയിലെ പാക് ആക്രമണം ദക്ഷിണേഷ്യൻ മേഖലയുടെ സമാധാനത്തിന് വീണ്ടും വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് അത് എങ്ങനെയാണ് തിരിച്ചടിയാകുന്നത് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ന്യൂസ് ഡെസ്ക് മലയാളം.